സദ്ഗുരുവേ ശരണം. അറ്റ് എല്ലാരെയും നല്ല വിദഗ്ധമായിട്ട് കുഴയ്ക്കുന്ന ഒരു വേർഡാണ് നമ്മുടെ ഈ ചെറിയ ഒരു വേർഡാണ് അറ്റ്. കാരണം ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അങ്ങനെ എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മുടെ ഈ അറ്റിനുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം, അതിനേതൊക്കെ സ്ഥലത്ത് നിങ്ങൾക്ക് ചേർക്കാം, കാണാൻ പറ്റും, അത് സിമ്പിളായിട്ട് കണ്ടോളൂ. സോ ആർ യു റെഡി? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So welcome to English Guru's brand new episode. I am Ashalada Srijit. ആദ്യത്തെ യൂസേജ്, കൃത്യസമയം അറിയണമെങ്കിൽ അറ്റ് വേണം. അറ്റ് ഫോർ സ്പെസിഫിക് ടൈം. ഐ വിൽ മീറ്റ് യു അറ്റ് 5 PM. ഞാൻ നിന്നെ 5 മണിക്ക് മീറ്റ് ചെയ്യാം, സമയത്തിന്റെ കൂടെ. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് മിഡ് നൈറ്റ്. ട്രെയിൻ അർദ്ധരാത്രി എത്തിച്ചേരും. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് മിഡ് നൈറ്റ്. അറ്റ് മിഡ് നൈറ്റ്. ഷി ഓൾവേസ് വേക്സ് അപ്പ് അറ്റ് 6 AM. അവൾ എന്നും രാവിലെ 6 മണിക്കാണ് എഴുന്നേക്കാറ്. അപ്പൊ എക്സാക്ട് ടൈം പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ അറ്റ് യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഏകദേശം എന്ന് പറയാനാണെങ്കിൽ നമ്മൾ അറൗണ്ട് 5 PM അല്ലെങ്കിൽ അറൗണ്ട് 6 AM എന്നൊക്കെ പറയണം. നെക്സ്റ്റ്, അറ്റ് ഫോർ സ്പെസിഫിക് പ്ലേസസ് ഓർ ലൊക്കേഷൻ. ഇനി കൃത്യമായി ഒരു പ്ലേസിനെ കുറിച്ച്, ഒരു ലൊക്കേഷനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട്. ഐ ആം അറ്റ് സ്കൂൾ. ഞാൻ സ്കൂളിലുണ്ട്. വി മെറ്റ് അറ്റ് ദ പാർക്ക് എൻട്രൻസ്. ഞങ്ങൾ പാർക്ക് എൻട്രൻസിന്റെ അവിടെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. അതായത് പാർക്കിന്റെ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സ്പോട്ട് അല്ലേ, അതുകൊണ്ടാണ് അവിടെ അറ്റ് ദ പാർക്ക് എൻട്രൻസ് എന്ന് പറയുന്നത്.